എല്ലാവർക്കും Sarath'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ Snapdragon 888 ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 5G enabled ആയിട്ടുള്ള ഒരു ചിപ്പാണ്. അപ്പോൾ അതിന്റെ ലോഞ്ചിനെ കുറിച്ചും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. കുറെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ 888 ചിപ്സെറ്റിലായിരിക്കുമെന്നും അത് 2021 ലോഞ്ച് ആവും, ഫസ്റ്റ് ഹാഫോടെ ലോഞ്ച് ആവും എന്നൊക്കെ പറയുന്നുണ്ടായി. ഇപ്പോൾ ഇതാ അടുത്തൊരു ബ്രാൻഡും കൂടെ അങ്ങനെ ഒരു ആശയമായിട്ട് വന്നിരിക്കുകയാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റിയൽമി ബ്രാൻഡാണ്. അപ്പോൾ റിയൽമിയുടെ ഭാഗത്തു നിന്നും റേസ് എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് ഫോണുകൾ ഇറങ്ങാൻ പോവുകയാണെന്നും ആ ഫോണുകളിൽ സ്നാപ്ഡ്രാഗണിന്റെ 888 ചിപ്സെറ്റോട് കൂടിയിട്ടായിരിക്കും ലോഞ്ച് ആവാൻ പോകുന്നതും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ്. എന്നാൽ റിയൽമി റേസ് തന്നെയായിരിക്കുമോ ഈ ഒരു സീരീസിന്റെ പേര് എന്നുള്ള കാര്യം ഒന്നും കൂടി പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് കുറെ ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന കൺഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ റേസ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സീരീസിന്റെ കോഡ് നെയിം മാത്രമാണെന്നും പുറത്തിറങ്ങുന്ന സമയത്ത് അത് റേസ് എന്ന് പറഞ്ഞ പേരിലായിരിക്കില്ല, വേറെ ഒരു പേരിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോഴത്തേക്ക് അതിന്റെ കോഡ് നെയിം ആണ് റേസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല സ്ഥലത്തു നിന്നും വരുന്ന റൂമേഴ്സ് എന്താണെന്ന് വെച്ചാൽ റേസിന് പകരം ഇനി ഇറങ്ങാൻ പോകുന്ന ഈ 888 ഉള്ള ഫോൺ എയ്സ് എന്നായിരിക്കും എന്നാണ് പേര് പലരും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ മുന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഓപ്പോയുടെ ഭാഗത്ത് നിന്നും എയ്സ് എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ ലൈനപ്പ് വന്നായിരുന്നു. എയ്സ് 1ഉം 2 ഇറങ്ങി, എയ്സ് 3 ഇറങ്ങിയില്ല. 2020 ഇറങ്ങും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇറങ്ങിയില്ല. പക്ഷേ ഈ ഓപ്പോ ആ ഒരു എയ്സ് സീരീസ് റിയൽമിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിൽ കണ്ടിന്യൂ ചെയ്യാനായിരിക്കുമോ റിയൽമി നോക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ഫോൺ കാണാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് 2 ലീക്കായിട്ടുള്ള ഇമേജുകളാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു സർക്കുലർ ബാക്ക് സൈഡിൽ ക്യാമറ മൊഡ്യൂൾ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെക്ടാങ്കിൾ നമ്മുടെ നോർമൽ റിയൽമി 7 പ്രോ അതിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നോർമൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഇമേജും കൂടെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതിൽ ഏതായിരിക്കും കൃത്യമായിട്ടുള്ളത് എന്നറിയില്ല. എന്നാൽ അറിഞ്ഞിരിക്കുന്നത് ഇതിലും 2 വേരിയന്റ് ഉണ്ട് അത്രേ. ഒരെണ്ണം ഗ്ലാസ് ബാക്ക് ആയിരിക്കുമെന്നും മറ്റേത് നമ്മൾ റിയൽമി 7 പ്രോയുടെ സൺകിസ്ഡ് എഡിഷൻ ആയിട്ടുള്ള ഒരു ലെതർ ബാക്ക് ഉള്ള ഒരെണ്ണം വന്നായിരുന്നു. സോ ആ ഒരു ലെതർ ബാക്ക് ഉള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രീമിയം ലെവൽ സീരീസും കൂടെ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾക്കൊരു 12GB 256GB ഇന്റേണൽ ഉള്ള ഒരു മോഡൽ ഇറങ്ങുമെന്നും നമ്മുടെ ബാക്ക് ക്യാമറ ഒരു ക്വാഡ് ക്യാമറ ആയിരിക്കും, 64 മെഗാ പിക്സൽ തന്നെയായിരിക്കും പ്രൈമറി ക്യാമറ. പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത സോണിയുടെ സെൻസർ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യവും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ ആയിട്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11-ലായിരിക്കും, റിയൽമി UI 2.1-ലായിരിക്കും, അല്ലെങ്കിൽ റിയൽമി UI 2.0-ലായിരിക്കും എന്നുമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഫോൺ ചൈനയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരിയിൽ അവർ എന്തോ സ്പ്രിംഗ് ഫെസ്റ്റിവലിന് മുന്നേ ആയിട്ട് ലോഞ്ച് ആവും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഗ്ലോബലായിട്ട് എപ്പോഴാണ് ലോഞ്ച് ആവുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരിക്ക് ശേഷം, എന്നാൽ മാർച്ചിന് മുന്നേ ആയിട്ട് തന്നെ ഗ്ലോബലായിട്ട് ഈ ഫോൺ ലോഞ്ച് ആവുന്ന കാര്യവും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് 888 ചിപ്സെറ്റിൽ ഇറങ്ങുന്ന എയ്സ് അല്ലെങ്കിൽ റേസ് സീരീസിനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഉടൻ തന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം ലീക്ക് ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.